എപ്പോഴും കയ്യിൽ പൈസ നിലനിൽക്കുന്നതിന് കുറച്ച് പൊടിക്കൈകൾ നോക്കിയാലോ. ഒന്നാമതായി പറയുകയാണെങ്കിൽ 50-30-20 എന്ന ബഡ്ജറ്റ് നിയമം. പണം കയ്യിൽ നിർത്താൻ എളുപ്പമുള്ളൊരു വഴിയാണ് 50-30-20 നിയമം. ഇത് വളരെ ലളിതമാണ്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 50% അത്യാവശ്യ കാര്യങ്ങൾക്കായി, അതായത് വാടക, ഭക്ഷണം, ബില്ലുകൾക്കായി മാറ്റിവെക്കുക. 30% നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി, അതായത് പുറത്തു പോകുന്നതിന്, സിനിമ, ഷോപ്പിംഗ് മുതലായവയ്ക്കായി ഉപയോഗിക്കാം. ബാക്കിയുള്ള 20% നേരെ സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കണം. ഈ നിയമം ഒരു കർശനമായ നിയമമല്ല, പക്ഷേ പണത്തെ കൃത്യമായി 3 ഭാഗങ്ങളായി തിരിക്കുന്നത് നിങ്ങളുടെ നിയന്ത്രണം കൂട്ടാൻ സഹായിക്കും. രണ്ടാമതായി പറയുകയാണെങ്കിൽ ആദ്യം സമ്പാദ്യം. പേ യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ചെലവഴിച്ച ശേഷം മാത്രം ബാക്കി വരുന്ന പണം സമ്പാദിക്കുക എന്നത്. ആ ശീലം ഇന്ന് തന്നെ മാറ്റുക. ശമ്പളം കിട്ടുന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ പൈസ കിട്ടുന്ന ദിവസം തന്നെ 20% നേരെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുക. നിങ്ങൾ ആദ്യം പണം കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ്. ഇതൊരു ഓട്ടോമാറ്റിക് ശീലമാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പണം മാത്രം ചെലവഴിക്കാൻ നിങ്ങളുടെ മനസ്സ് ശീലിക്കും. മൂന്നാമതായി പറയുകയാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വലിയ നേട്ടങ്ങൾക്ക് കാരണമായേക്കാം. വലിയൊരു തുക ഒറ്റയടിക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കേണ്ട. ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തി തുടങ്ങാം. ദിവസവും പുറത്തു നിന്നൊരു കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കാൻ നിങ്ങൾ 50 രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം അത് 1500 രൂപയാണ്. നിങ്ങൾ ഉപയോഗിക്കാത്ത സബ്സ്ക്രിപ്ഷനുകൾ, അതായത് നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ പോലെയുള്ളവ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഈ ചെറിയ നിയമങ്ങൾ ഒരു വർഷം കൂടുമ്പോൾ വലിയൊരു തുകയായി നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. വലിയ യാത്രകൾ തുടങ്ങുന്നത് ചെറിയ ചുവടുവെപ്പുകളിലൂടെയാണ് എന്ന് ഓർക്കുക.